ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജസിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളിപ്പോൾ കാണുന്നത് കളിത്തട്ടാണ്. പുത്തൂരിനടുത്ത് ആറ്റുവാശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ മനോഹരമായ വയൽ പ്രദേശവും അതിൻ്റെ കൂടെ തടാകവും അതെല്ലാം പായലും മൂടി ഇപ്പോൾ കിടക്കുകയാണ്. മാറി മാറി വരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാർ ഇത് പണിതാണ്. ഇതാണ് കളിത്തട്ടെന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇരുന്നാൽ നല്ല രീതിയിൽ കാറ്റൊക്കെ കിട്ടും. വളരെ ഉയർന്ന സ്ഥലമാണ്. അതിൻ്റെ മേളിൽ നല്ല തണൽ മരങ്ങളെ വളർത്തിയിരിക്കുന്നു. പണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ചെയ്തതായിട്ടുള്ള ഈ കളിത്തട്ട് ഒരു പുരാതന വസ്തുവായിട്ട് ഇന്നും അവശേഷിക്കുന്നു. ചിലയിടത്ത് ചുമട് താങ്ങി നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് ചുറ്റിനുമുള്ള ഈ ഇതാണ്. ഇവിടെ നിന്നാൽ വളരെ മനോഹരമായ മന്ദമാരുതൻ ഇവിടെ ചലിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം നല്ല കായലുകളാണ്. ഇപ്പോൾ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അത് മൂടിയിരിക്കുകയാണ്, പായൽ കൊണ്ട് മൂടിയിരിക്കുകയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. എന്നാൽ ആറ്റുവാശ്ശേരി എന്ന് പറയുന്ന പുത്തൂരിനടുത്ത സ്ഥലം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് രംഗങ്ങളിലൊന്നും സ്ഥാനം പിടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഒരു കാലത്ത് വരുമ്പോൾ വളരെ ഭംഗിയായിട്ടിരുന്ന ഈ സ്ഥലം ഒക്കെ ഇപ്പോൾ അധികാരികളുടെ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് വളരെ പ്രശ്നങ്ങളായി മാറി. ഇത് അവിടെ കൂടെ നടക്കുന്നതായിട്ടുള്ള പാതയാണ്. അതിന് ചുറ്റിനും തടാകമുണ്ട്. ആ തടാകത്തിലോട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇറങ്ങി. അവിടെയെല്ലാം നല്ല വെള്ളത്തിൻ്റെ കെട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ പ്രകൃതിദത്തമായിട്ടുള്ള ഈ സൗന്ദര്യമുള്ള ഈ സ്ഥലം കണ്ട് ആസ്വദിക്കാനായിട്ട് നല്ലതാണ്. ഈ വീഡിയോയ്ക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ട്. അതെല്ലാം സംബന്ധിച്ചുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതാണ് അവിടെ ചുറ്റുമുള്ള ആ തടാകങ്ങൾ. ഇതുപോലെ കുറച്ചപ്പുറത്ത് നമ്മുടെ ഞാങ്കടവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ 2 വരിയും നമ്മൾ കെട്ടിയിരിക്കുന്നു. ഈ ഞാങ്കടവ് പാലം അത് കഴിഞ്ഞ കാലങ്ങളിൽ പണിതുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ ചെന്നെത്തുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിലോട്ടാണ്. പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങൾ കാണുന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന നിലയിലല്ല, നമ്മുടെ കുറച്ച് സമയം ചെലവാക്കാനും അതിൽ ആസ്വദിക്കാനുമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഞാങ്കടവ് പാലത്തിലേക്ക് പോവുകയാണ്. 2 വശത്തും കല്ലടയാറിൻ്റെ വലിയ ഓളങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് കല്ലടയാർ വളരെ ഭംഗിയായിട്ട് കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഞാങ്കടവ്. അതിൻ്റെ പാലം പണി തീർച്ചയായിട്ട് അധികം കാലമായില്ല. ഈ ഞാങ്കടവ് പാലം കാണാനും അതിൻ്റെ വെള്ളം കാണാനും ഒരടിപൊളി സ്ഥലമാണ്. ഇനി നമ്മൾ നേരോട്ട് പോകുന്നത് ഒരു പൊങ്ങൻപാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അത് താമരശ്ശേരി അല്ലെങ്കിൽ നെടുവത്തൂരിനടുത്താണ് ഈ പൊങ്ങൻപാറ നിലകൊള്ളുന്നത്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ മനോഹരമായ പാറയുണ്ട്. ആ പാറയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാറകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് നല്ലതാണ്. അവിടെ ഏതാണ്ട് അനേക പടികൾ താഴോട്ട് വന്നിട്ടുണ്ട്.
ഞാൻ ആ പടികളിലൂടെയൊക്കെ നടക്കുകയാണ്. നല്ല കാറ്റുകളൊക്കെ വൈകുന്നേരം ആൾക്കാർ വന്ന് അവിടെ വിശ്രമിപ്പാനും ഈ പൊങ്ങൻപാറ കാണുവാനും അവിടെയുള്ള ക്ഷേത്രം ദർശിപ്പാനും ഒക്കെ ആൾക്കാർ കടന്നു വരാറുണ്ട്. നിങ്ങൾക്ക് ഈ പൊങ്ങൻപാറ എന്ന് പറയുന്നതിൻ്റെ പടവുകൾ അത് താഴോട്ട് നീലേശ്വരം താഴോട്ട് നെടുവത്തൂർ വരെ കിടക്കപ്പുണ്ട്. അതൊരിക്കൽ ടൂറിസ്റ്റ് പ്ലാൻ ആക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് അവഗണിക്കുകയുണ്ടായി. അതിനടുത്തുള്ള ആനയം, വട്ടമൺകാവ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ടും നല്ലതാണ്. ഇതാണ് നമ്മുടെ പൊങ്ങൻപാറ. ഇവിടെ കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഇതുണ്ട്. ഇത് ആനയം എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ആക്വഡക്റ്റ് ഉണ്ട്. അതിൽ കൂടി വെള്ളം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ചുറ്റി കളിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാനുള്ളതേ ഉള്ളൂ. അവിടെ അധികം കാണാനായിട്ടൊന്നുമില്ല. പിള്ളേരൊക്കെ അതിൽ കളിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് ഉഗ്രൻകുന്നെന്ന് പറയുന്ന കൊട്ടാരക്കരയിലെ ഏറ്റവും അധികം സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെ ഇലക്ട്രിക്കൽ ശ്മശാനം ഉണ്ട്. അവിടെ പൊതു ശ്മശാനമുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ഓർഡർ അനുസരിച്ച് ഇവിടെ പൊതു ശ്മശാനമുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ കുറച്ച് പൊങ്ങൻപാറയല്ല, നല്ല പാറകളുണ്ട്. അതാണ് നമ്മളീ കാണുന്നത്. അതുപോലെ ഈ പാറകൾ ഒക്കെ നമുക്ക് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാം. ഇത് ഒരു ശ്മശാന ഭൂമിയായിട്ട് അറിയപ്പെടുന്നെങ്കിലും വിജയ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. നമുക്ക് കാണാം. ഇത് വളരെ ഉയർന്ന സ്ഥലത്താണ്. കൊട്ടാരക്കരയെ നോക്കുമ്പോൾ മനോഹരമായ മലമ്പ്രദേശമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് കൊട്ടാരക്കര ടൗണെല്ലാം എടുത്ത് കാണിക്കുന്നതാണ്. ഈ അതായത് ഉഗ്രൻകുന്നിൽ നിന്ന്. ഉഗ്രൻകുന്നെന്ന് വെച്ചാൽ അത് ഉഗ്രനായ കുന്നൊന്നുമല്ല, വളരെ പൊക്കമുള്ളൊരു സ്ഥലമെന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. അവിടെ കണ്ട പാറയൊക്കെ ഞാൻ എടുത്ത് കാണിക്കുകയാണ്. ഇത് വിജയ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. അതങ്ങ് അറ്റത്താണ് അവിടെ വെച്ചിരിക്കുന്നത്. ആ മല കയറി അവിടെ ചെല്ലാനായിട്ട് വളരെ പാടാണ്. എങ്കിലും ബൈക്കും കാറും ഒക്കെ അവിടെ കയറി ചെല്ലും.